ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് നമ്മൾ എന്താ കണ്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജീപ്പിലടിച്ചും മീഡിയയുടെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ബോച്ചെന്ന് പറയുന്ന 1 2 3 4 5 ഒരു 15 പേര്, അതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഫാൻസ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻസ് അല്ല. ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയുള്ള വെരി പേഴ്സണൽ അസിസ്റ്റൻസ് ആൻഡ് കുറച്ച് ഗുണ്ടകൾ, അതിലും കൂടുതൽ ആരുമില്ല. ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട് എന്ന് സ്വയം പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് അതും വിട്. ബോബി ചെമ്മണ്ണൂരിന് എത്ര ബിസിനസ് ഉണ്ട്, അതിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് അവരുടെ അന്നദാതാവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവരെങ്കിലും വന്ന് 4 മുദ്രാവാക്യം വിളി, റോഡ് ബ്ലോക്കും പരിപാടി. ഇവിടെ യൂസഫ് അലീനെയൊക്കെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്തത്. അതും അയാൾ അത്ര ഇൻറ്റൻസിറ്റിയുള്ളൊരു കേസല്ല, അല്ലെങ്കിൽ അയാൾ ചെയ്യാത്തൊരു കേസാണെന്നൊക്കെ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങില്ലടേ, റോട്ടിൽ ഇറങ്ങും. പക്ഷേ ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് PR ടീമുകൾ, പിന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ, പിന്നെ കമൻറ്റ് ബോക്സിലെ PR സെറ്റപ്പ്, പിന്നെ ഈ റോഡിലിറങ്ങി മീഡിയക്കാരെ മുന്നിൽ 2 വർത്തമാനം പറഞ്ഞു പോയ ബോച്ചയുടെ ശിങ്കിടികളും കൊട്ടേഷൻ ഗ്യാങ്ങും, ഇവരല്ലാതെ ഞാൻ വേറെ ആരും കണ്ടില്ല. ഇനി മലയാളികൾക്ക് ഭയങ്കരമായ ഒരു വിഷയമുണ്ട്. അതായത് കാര്യങ്ങൾ പറയുന്ന, ഇപ്പോൾ ഞാൻ മുഖത്തടിച്ച മാതിരി തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഞാൻ ആരെയും നോക്കാറൊന്നുമില്ല. അതിനെന്നെ അഹങ്കാരി എന്ന് പറയാം, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് എന്ന് പറയാം. എന്നെ നിങ്ങൾ എന്ത് ബ്രാൻഡ് നെയിം ഇട്ട് വേണമെങ്കിൽ വിളിച്ചോ, ഐ ഡോണ്ട് കെയർ. ഓക്കെ. പക്ഷെ പറയാനുള്ള കാര്യങ്ങളും ഉന്നയിക്കാനുള്ള സംശയങ്ങളും സൊസൈറ്റിയിൽ കൃത്യമായി ഉന്നയിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഈ ഒരു നീഷിലിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഓക്കെ, 24/7 സാറ്റലൈറ്റ് ചാനലുകൾക്ക് കിട്ടാത്തതോ അല്ലെങ്കിൽ അവർ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ബോബി ചെമ്മണ്ണൂർ റിലേറ്റഡ് ആയിട്ട്. മറുനാടൻ മലയാളി സാജൻ സ്കറിയ വ്യക്തമായിട്ട് പല വീഡിയോസിലായി വർഷങ്ങളായിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്കാമിനെ കുറിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സാജൻ സ്കറിയ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചിലരിലുള്ള ഒരു നെഗറ്റീവ് സാധനമുണ്ട്. ആ സാധനം കാരണം അത് മറുനാടനല്ലേ, സാജൻ സ്കറിയല്ലേ, ഈ സ്കീമിൽ തള്ളിക്കളയുന്നവരുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴായിട്ട് മറുനാടൻ മലയാളിയിൽ പറഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ ബാക്കി 24/7 സാറ്റലൈറ്റ് ചാനലുകളോ ഓഡിറ്റ് ചെയ്യാൻ മടിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഡബിൾ മീനിങ്ങും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇങ്ങനത്തെ സംസാരങ്ങളും ഇതിൽ വന്ന കേസും കാര്യങ്ങളൊക്കെ ചെറുതാണ്, ചെറിയ സംഗതികൾ. ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇയാൾ ഇതിലൊന്നും ഇല്ല കുടുങ്ങേണ്ട ഒരാൾ. ഇയാൾ ഇതിക്കും മേലെ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇയാളെ കുടുങ്ങണം അല്ലെങ്കിൽ ഇയാളെ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊക്കെയാണ് പോലീസ് ഇറങ്ങിപ്പിടിച്ച് എന്താ ചെയ്യേണ്ടത്, അന്വേഷണവും കാര്യങ്ങളും നടത്തേണ്ടത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അയാളുടെ കേസ് ഹണി റോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇത് പൊതുജനത്തിന്, പബ്ലിക്കിന് ബോബി ചെമ്മണ്ണൂർ എന്തുകൊണ്ട് ഇന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഒരു 10 പേര് ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവിൽ ഇരുന്ന് ബോബി ചെമ്മണ്ണൂർ കൊള്ളാലോ എന്ന് തോന്നുന്ന ഇമേജിലേക്ക് ഇയാൾ സ്വയം കാശ് കൊടുത്ത് എങ്ങനെ വളർന്നു വന്നു, ആൻഡ് ഇവിടുത്തെ PR വർക്കിംഗ്, ഇവിടുത്തെ PR സിസ്റ്റം എങ്ങനെ ഒരാളുടെ ഇമേജ് ക്രെഡിബിലിറ്റി ഉയർത്തിക്കൊണ്ടുവരുന്നു, അയാൾക്ക് വേണ്ടി ഈ PR സോഴ്സുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഞാനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ PRനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകുന്ന ഒരു വ്യക്തി. കാരണം എനിക്ക് ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു PR ഗ്രൂപ്പിന്, ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെയോ ഏതൊക്കെ രീതിയിൽ ഒരു സാധാരണക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്ത് അയാളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാം, ആ വ്യക്തിയിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെല്ലിപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ധാരണ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിലും സെയിം PRing ആണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ഇമേജ് നഷ്ടപ്പെട്ടത് എവിടെയാണ്? ഒരു സ്ത്രീ വന്നിരുന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ മേജർ രവിയുടെ ഒപ്പം ഇരുന്നിട്ട് അതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഓക്കെ, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ. ആ സ്ത്രീ വന്നിരുന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രൂട്ടൽ കാര്യങ്ങളായിരുന്നു. ഇന്ന് ഇൻ്റർനെറ്റിൽ നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിലല്ലാതെ, ഇപ്പം ആ വീഡിയോ എടുത്തിട്ട് പലരും വീഡിയോസ് ആക്കിയിട്ടുണ്ട്, പക്ഷേ ഐ എം ടെല്ലിങ് യു, ആ വീഡിയോ ബോബി ചെമ്മണ്ണൂർ എന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നോ അന്നത് വൈപ്പ് ചെയ്ത് കളയും. ഓക്കെ, ആ വീഡിയോ എവിടെയും ഇല്ല. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ആക്കി വെച്ചതായിരിക്കണം അന്ന് ആ വീഡിയോ ആ ചാനലുകാർ, ഒരു പെർട്ടിക്കുലർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അകത്ത് പോയപ്പോൾ അവരത് പുറത്തെന്ത് ചെയ്തു, അൺലിസ്റ്റ് ചെയ്തിട്ടു. ഇപ്പോൾ കുറേയും കൂടി ആളുകളിലേക്ക് അത് എത്തിത്തുടങ്ങി. അല്ലാത്ത പക്ഷം ആ ചാനലിലല്ലാതെ
ആ വീഡിയോ ഞാൻ തപ്പിയിട്ട് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പും ബോബി ചെമ്മണ്ണൂർ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ തപ്പിയ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇല്ല. ഒരു സ്ത്രീ ബെഡിലിരുന്ന് ബോബി ചെമ്മണ്ണൂർ കാണിച്ച ആ സ്ത്രീയോട് കാണിച്ചിട്ടുള്ള വൃത്തികേടുകളെ കുറിച്ചിട്ട് ആ സ്ത്രീ പറയുന്നു, ഫ്രോഡിനെ കുറിച്ചിട്ട് ആ സ്ത്രീ പറയുന്നു, ആ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇത് അമൃതാനന്ദമയിൻ്റെ ഒരു വീഡിയോ പണ്ട് അനിക്സ്പ്രേ പോലെ പാറിപ്പോയി പൊടിയായി എയറിൽ പോയ ഒരവസ്ഥയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. കാണാനേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ മുതലാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ഒരു ഇമേജ് പി ആറിങ് തുടങ്ങിയത്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഇയാളെ കൊണ്ടുവരാനുള്ള ഒരു ഇമേജ് പി ആറിങ്. ഇവിടെ കോടിക്കണക്കിന് രൂപ ഉള്ള ഒരാൾ, ഓക്കെ, കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരാളുടെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിലേക്ക് പൊതുജനം സാധാരണക്കാരുടെ ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആദ്യമായിട്ടുള്ളൊരു ആവശ്യം എന്താ? ഇപ്പം ചുമ്മാ ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇതിന് ഫ്രണ്ടിൽ DR ഡോക്ടർ 5 കൊല്ലം പഠിച്ച് അത് കഴിഞ്ഞിട്ട് കുറേ അവിടെ ഇവിടെയും ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത് എന്നിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ കിട്ടിയ ഡോക്ടറേറ്റ് ഒന്നും അല്ലല്ലോ, ഹോണററി ഡോക്ടറേറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുള്ളവന് ഈ സാധനം ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും, DR ഫ്രണ്ടിൽ വെക്കാനും പറ്റും. ഒരു ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ആകുമ്പോഴത്തേക്കും ഇയാളുടെ ഒരു ഇമേജേ മാറി. സാധാരണക്കാർക്ക് DR എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഏറ്റവും എന്താ പറയുക റോക്ക് ബോട്ടം ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് എന്ത് ഡോക്ടറാണെന്നൊന്നും ഉണ്ടാവില്ല. ആ, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ അത് ഡോക്ടറാണ്, ഈ സ്കീം വരും. പ്ലസ് കുറച്ച് അല്ലറ ചില്ലറ പൊടിപ്പും തുങ്ങലും വെച്ച കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ. എടാ, ഈ ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഒരു കോറ് തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഓടി 812 കിലോമീറ്റർ ഓടി. യുണീക്ക് റെക്കോർഡാണ് ഇയാൾക്ക് കിട്ടിയെന്നുള്ളതാണ് ഇയാളുടെ പ്രൊഫൈലിൽ. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. 812 കിലോമീറ്റർ റൺ യുണീക്ക് വേൾഡ് റെക്കോർഡ് ഹോൾഡർ. ഇതാണ് അതിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ യുണീക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് റെക്കോർഡോ കാര്യങ്ങളോ പരിപാടികളോ ഒന്നുമല്ല. ഞാനിവിടെ സൈഡിൽ ഇയാൾ ഈ ഓടിയതിൻ്റെയും ഇയാൾക്ക് ഈ റെക്കോർഡ് കിട്ടിയതിൻ്റെയും ഒരു വിശദമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഞാനിവിടെ ഈ സൈഡിൽ കൊടുക്കാം. ഈ യുണീക്ക് റെക്കോർഡ് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ യുണീക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞ പരിപാടി ആർക്ക് വേണം, ഇന്നിപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കോൾ റെക്കോർഡ് ഞാൻ ഇവിടെ വയ്ക്കാം. കൈൻഡ് ഓഫ് ദിസ് പ്രൊമോഷൻ തിങ്സ് ലൈക്ക് വേൾഡ് റെക്കോർഡ്സ്, വാട്ട് ഇറ്റ് വിൽ ബി സൂട്ടബിൾ ഫോർ us, I don't know. Like we are media consultants. Okay. We barter this collabs and all to the celebrities, okay? Okay. So for that platform, what kind of record holding we can have, that I'm confused. See, for an individual, they can do something, right? Yeah. For a company, I'm pretty much confused. No, there is no issue like that. See, there are different options. Like you can attempt some mass record, right? It is not about like exactly to attempt a record in the same field in which you are working. That should be related to that, right? That will be sufficient. Or like so we can organize some record events, right? Yeah, you can organize some record events, but not on individual basis, because that will not help you in branding and promotion, right? You need to go for a mass promotion. You are looking for a promotion in a particular state or in all Kerala. India? Kerala. Have you done anything in Kerala previously, like? Yeah, there are different events our team may have done. Okay. Because in all over India and other countries they are doing. Kerala, So if you can give me team. some reference, then I can talk to them also, if possible. No, actually you need to communicate to us directly at head office. We will just figure out like what is best option for you, and then we will appoint like our representatives, right? Okay. So there are different options. Like if you want to promote your brand in Kerala, we can make you reach in every like a single family, right? Your name can reach to every single family in all state, like all districts, all members, right? So there are different records we can go, and it all depends on the budget you having, right? Okay. Because we are attempting a mass record, there we will do some activity, and users are getting certificates with your name, right? So that will be a reach like that will stay with them forever. Because once they will get the certificate of world record, they will place that in their home.
and that will be continue promotion for your organization. Got it. See, if I organize a like a world record, it comes in my name or the participant's name? No. The record will come in organization name, right? Organization or whatever the applicant name is, and the participant will get the participation certificate that they participated officially in that record, and they are getting world record certificate from Unique World Record. Okay, that's it. Yeah. So you just send me. I'll send you. And one more thing, if I want to personally do something, that also you will provide, right? Yeah, that also you can do. There is no option now issues at all, because individual records are also accepted. Okay. You can attempt yourself as well, but that individual category is a bit difficult categories, because individual in that you need to perform an activity like no one has done in the world, and that should look like a world record. Then only it will be acceptable. But in mass records, like where there are more than 1,000 or 10,000 participants, we can do any activity and that can be recorded as a record, right? So there are different options. So that will be better if you can share all the details in written on WhatsApp, and we can revert you back properly with all the details. Okay, I'll send you both the individual, and I'll send you the company thing also. Okay. Sure. ആർക്ക് വേണേ അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുണീക്ക് റെക്കോർഡ്, ഈ സൈഡിൽ കാണുന്ന യുണീക്ക് വേൾഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡ് പ്രൊമോഷനിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഇവരുടെ ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിലേക്കോ ഇവരൊരു വേൾഡ് റെക്കോർഡ്, ഓക്കെ, ഒരു റെക്കോർഡിൻ്റെ സാധനം തരും. ഇതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ഒരു യുണീക്കായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. ബോബി ചെമ്മണ്ണൂർ തീരുമാനിച്ചു ബ്ലഡ് ഡൊണേഷൻ, അതിൻ്റെ ഒരു കഥ ഉണ്ടാക്കി. എവിടെയോ ചെന്ന സമയത്ത് ഇങ്ങേർക്ക് ബ്ലഡ് കിട്ടിയില്ല, അതുകൊണ്ട് ബ്ലഡ് ബാങ്ക് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനവും പറഞ്ഞിട്ട് നാട്ടുകാരോട് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ഔട്ടിങ് ഇയാൾ എന്തിനു കൊടുത്തു. ലോങ്ങസ്റ്റ് മാരത്തോൺ 812 കിലോമീറ്റർ റൺ ഫോർ വേൾഡ് ലാർജസ്റ്റ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ സാധനം കൊടുത്തു. ബോബി ചെമ്മണ്ണൂർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഫ്രം കേരള ഇന്ത്യ, കംപ്ലീറ്റഡ് ആൻഡ് 812 കിലോമീറ്റർ ലോങ് മാരത്തോൺ. അത് ഓടിയെന്നും പറയുന്നുണ്ട്, നടന്നു എന്നും പറയുന്നുണ്ട്, റെസ്റ്റ് എടുത്തു എന്നും പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. സ്റ്റാർട്ടിംഗ് ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രം ടു സ്റ്റാർട്ട് എ വേൾഡ്സ് ലാർജസ്റ്റ് blood bank. Bobby Chemannur took this initiative concerning the welfare of needy people who need blood at crucial points of their lifetime to vanish the insufficiency of blood. Bobby Friends Blood Bank to be tremendous relief to the needy people. The new initiative is for the creating Bobby Friends Blood Data Bank and making it the largest blood bank ആക്കാൻ വേണ്ടിയിട്ട്. ഈ ബ്ലഡ് ബാങ്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജില്ലയിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ടോ? ഇതിൻ്റെ പേരെന്തായിരുന്നു? ബോബി ഫ്രണ്ട്സ് ബ്ലഡ് ബാങ്ക് എന്നാണ്. ഈ ബോബി ഫ്രണ്ട്സ് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കിട്ടിയ ആരെങ്കിലും എൻ്റെ അറിവിലില്ല. നിങ്ങൾ അറിവിൽ കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾ ഈ സ്ഥാപനം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഈ ഒരു ഓട്ടം കഴിഞ്ഞു. ഈ ഓട്ടം ഇയാൾ ഓടിയത് എന്തിനാണ്? ഇയാൾ ഈ പറഞ്ഞ യുണീക്ക് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഈ വേൾഡ് റെക്കോർഡ് ആർക്ക് വേണമെങ്കിൽ എടുത്തു വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ ടീമിനെ വിളിച്ച സമയത്ത് ഒരു കോൺസെപ്റ്റ് ആയിട്ട് അവർ വരാൻ പറയും, അല്ലെങ്കിൽ അവരൊരു കോൺസെപ്റ്റ് കൊടുക്കും. അതിനൊരു കഥ. ഇയാൾക്ക് ബ്ലഡ് കിട്ടിയില്ല, അപ്പോൾ ബ്ലഡ് കിട്ടാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബ്ലഡ് ബാങ്ക് തുടങ്ങാം. ബോബി ഫ്രണ്ട് ബ്ലഡ് ബാങ്ക് ഈ സാധനം തുടങ്ങിയിട്ട് അതുവഴി എല്ലാവർക്കും ബ്ലഡ്. ഈ പരിപാടിയും പറഞ്ഞിട്ടാണ് ഇയാൾ ഓടിയത്. ഓക്കെ, ഇയാൾ ഓടി ലാസ്റ്റ് ഇയാൾക്ക് എന്ത് കിട്ടി? ഈ യുണീക്ക് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ സാധനം അയാളുടെ പ്രൊഫൈലിലേക്ക് കയറി. നമ്പർ 1. ഇത് കയറിയ ഉടനെ അടുത്ത മൂപ്പർ എന്താ കാണിക്കുന്ന പരിപാടി? ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഈ ഗിന്നസ് വേൾഡ്, ഈ മൃദംഗാവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാം ഇപ്പോൾ മലയാളികൾ കണ്ടതാണ്. ദിവ്യ ഉണ്ണി വന്ന് ഡാൻസ് കളിച്ചു, MLA അവിടെ വീണതോട് കൂടിയിട്ട് കാര്യങ്ങളുടെ ഉഡായിപ്പിൻ്റെ ഏറ്റവും വലിയ സ്റ്റോറി നാട്ടുകാർ പുറത്തിറങ്ങി. ഇതേ ഉഡായിപ്പിൻ്റെ പാറ്റേണിലാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇയാളുടെ പ്രൊഫൈൽ, എഗെയിൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രൊഫൈൽ ഞാൻ അവിടെ വയ്ക്കുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് വേൾഡ് പീസ്, ലോക സമാധാനത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ. നിങ്ങൾ ആലോചിക്കണം, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇയാൾക്കാവും? ഇനി ഇയാൾക്ക് ആയി തന്നെ വെച്ചോ. ഇയാൾ എന്താ ചെയ്ത് ഇതിനു വേണ്ടിയിട്ട്? ഇയാൾ നേരെ 1076 ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്
ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പേജിൽ വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. 2019 ന്യൂ റെക്കോർഡ്, ലാർജസ്റ്റ് ഹ്യൂമൻ ഇമേജ് ഓഫ് പീസ് സൈൻ, സമാധാനത്തിൻ്റെ ചിഹ്നം. ലാസ്റ്റ് വീക്ക് ഇൻ തിരുവനന്തപുരം, കേരള, ഇന്ത്യ, 1076 പാർട്ടിസിപ്പൻസ് കെയിം ടുഗെദർ ഡ്രസ്ഡ് ഇൻ വൈറ്റ് ടു ഫോം ദി പീസ് സൈൻ. സമാധാനത്തിൻ്റെ ചിഹ്നം ഉണ്ടാക്കാൻ 1076 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് ആകെ കിട്ടാൻ പോകുന്നത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൻ്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ, ദിസ് ഇവന്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ബൈ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആൻഡ് ക്ലബ് ഓക്സിജൻ റിസോർട്ട്സ് അറ്റ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. ഈ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇങ്ങനൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇയാൾക്കാണ് എന്ത് കിട്ടുന്നത്? ഈ ഇവന്റ് കണ്ടക്ട് ചെയ്തവർക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്, സമാധാനത്തിൻ്റെ ചിഹ്നത്തിൽ. ഇത് പറഞ്ഞു കൊടുക്കാനും ഇവിടെ PR ഏജൻസികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടണം, നിങ്ങൾക്കൊരു കഴിവ് വേണം, ഒരു എക്സ്ട്രാ ടാലൻറ്റ് വേണം, അല്ലെങ്കിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു സാധനം നിങ്ങൾ ചെയ്യണം. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾക്കൊരു 2000, 3000, 10,000 ആളുകളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റും. ഞാൻ സിമ്പിളായിട്ട് പറയാം, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്, ഓക്കെ, ഞാനൊരു ബാറ്റ്സ്മാനാണ്. ഞാൻ നാളെ ഒരു ഗ്രൗണ്ട് എടുക്കണം, കൊച്ചി സ്റ്റേഡിയം. കേരളത്തിലുള്ള എല്ലാ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരും വാ, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരു 10,000, 20,000 ആളുകൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു ക്രിക്കറ്റ് ബോൾ തട്ടാം. ഇറ്റ്സ് എ റെക്കോർഡ്. അത് റെക്കോർഡാവും. ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി. ഈ വരുന്നവരെ ഇന്ന് പൈസ മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ, ബാറ്റ് സ്പോൺസർ ചെയ്യാതിരിക്കുകയോ. മൃദംഗാഭിഷൻ്റെ പരിപാടിക്ക് കണ്ടത് എന്താ? ഇത്ര ചെറിയൊരു സെക്കൻഡ് എല്ലാ ഭരതനാട്യം ആർട്ടിസ്റ്റുകാരും വന്ന് ഡാൻസ് കളിക്കുന്നു, ഒരു സാരി. ഇതിൻ്റെ ബാക്കിൽ എന്ത് സ്കാമും ചെയ്യും. വരുന്ന ആളുകളൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു സാധാരണക്കാരന്. അത് ഈ ഗിന്നസ് പക്രുചേട്ടനൊക്കെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല, ഓക്കെ. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഒരാൾക്ക് അയാളുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അയാൾക്ക് വേണം. അയാളുടെ ഇമേജ് ഓൾറെഡി പോയി കിടക്കുകയാണ്. അപ്പം അയാൾക്ക് ഇമേജ് ബിൽഡ്, ഈ ഇമേജ് എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത്? സാധാരണക്കാരുടെ ട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. കാരണം നാളെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരികയാണ്, സാധാരണക്കാർ ഒന്നും നോക്കാതെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രൊജക്റ്റാന്ന് പറഞ്ഞു പൈസ കൊണ്ടുപോയിടും, പൈസ ചിലവാക്കും. ഇതിനാണ് ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രീതിയിൽ ഒരു ചെറിയ സമയം കൊണ്ട് നടത്തിയ പരിപാടിയല്ല ബോബി ചെമ്മണ്ണൂർ. മലയാളികളിലേക്ക്, മലയാള സൊസൈറ്റി, മലയാളികളുടെ കുറേ സാധനങ്ങൾ ഇയാൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ഡബിൾ മീനിങ് പരിപാടി. ഓൺ ദ അതർ ഹാൻഡ് അയാളുടെ ഉടായ്പകൾ ഇതൊക്കെയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇവന്റ് കണ്ടക്ട് ചെയ്ത് ഇത്രയും ആളുകളെയും വിളിച്ചുകൊടുത്ത് ഇയാൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇയാളെ പേരിക്കാക്കി. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡും യുണീക്ക് വേൾഡ് റെക്കോർഡും കൂടി ആവുന്ന സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറയുമോ? ഇയാൾക്ക് നേരെ കൊണ്ടുപോയിട്ട് ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം? ഈ സാധനം കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യണമെന്നറിയോ? ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട്, ഓക്കെ. വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി. ഈ വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി ബ്രിട്ടനിൽ നിന്നാണ് എന്ത് ഇയാൾക്ക് ഈ പറഞ്ഞ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. ഈ സൈറ്റിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഈ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഫുട്ബോൾ ലെജൻഡ് മറഡോണ ഹോണറിങ് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ വിത്ത് ഡോക്ടറേറ്റ്, ഓക്കെ. മറഡോണയും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഇയാൾക്ക് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുള്ളത്. ഫൈൻ. അവിടെ അയാൾ മറഡോണേനെയും പിടിച്ച് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ വെച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഹോണററി ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ലിസ്റ്റ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. We at World Record University believe that you have perfected one thing in the world that nobody can do except you. Had this not been the case for record would have seen broken by someone else by now. For this outstanding achievement of your World Records University is offering you a honorary doctorate degree in the field of achievement. Okay? അതായത് ആരും ഇതുവരെ ചെയ്യാത്തൊരു യുണീക്ക് സാധനത്തിൽ നിങ്ങൾക്കൊരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഇതുവരെ ആരും തകർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോണററി ഡോക്ടറേറ്റ് ഇവിടുന്ന് 1,00,000 രൂപ കൊടുത്താൽ കിട്ടും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് അയാൾക്ക് കിട്ടിയേ. അയാൾ അന്ന് അവിടെ ആൾക്കാരെ വിളിച്ച് പീസിൻ്റെ സൈൻ ഉണ്ടാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആ ആളുകൾക്കാണോ കിട്ടിയത്? അല്ല, ഇവൻ്റ് ഓർഗനൈസ് ചെയ്ത ബോബി ചെമ്മണ്ണൂരിന് കിട്ടി. ഇയാളിത് നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുക്കുന്നു. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു റെക്കോർഡ് ഇതേപോലെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വേൾഡ് റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുക.
അവിടെ ഈ ഹോണററി ഡോക്ടറേറ്റിന് ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ ഇതേപോലെ ഒരു റെക്കോർഡ് ഏതെങ്കിലും ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഹോണററി റെക്കോർഡിന് വേണ്ടിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് ഗ്രാൻഡ് മാസ്റ്റർ ഫോർ ചിൽഡ്രൻ ബിലോ 17 വയസ്സുള്ളവർക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടണമെങ്കിൽ 50,000 രൂപയും ഹോണററി റെക്കോർഡ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ. 1,00,000 രൂപ കൊടുത്തിട്ട് നിങ്ങളെ പ്രൂഫും കാര്യങ്ങളും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് കിട്ടും? ഒരു ഹോണററി ഡോക്ടറേറ്റ് കിട്ടും. അപ്പോൾ ഇയാളുടെ ടോപ്പ് ടു ബോട്ടം നിങ്ങൾ ചെക്ക് ചെയ്യും. ഇയാൾ ബ്ലഡ് ബാങ്കിന് ഓടിയത് ഇയാൾക്ക് വേണ്ടിയിട്ടാണ്. ഇയാൾ ഈ പറഞ്ഞ വേൾഡ് റെക്കോർഡിൻ്റെ പരിപാടി ചെയ്തത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അയാൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടിയും കൊണ്ടുപോയിട്ട് അയാൾ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോണററി ഡോക്ടറേറ്റ് എടുത്തു. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരായി. ഒരാളുടെ ഇമേജ് എങ്ങനെ മാറുന്നു? അന്ന് ആ സ്ത്രീ അന്നിട്ട വീഡിയോൻ്റെ മുകളിൽ ഇയാളുടെ ഇമേജ് ടാർണിഷ് ആയതാണ്. ഇയാളെ ഇമേജ് മൊത്തം മലയാളികളുടെ മുന്നിൽ വെറും പെണ്ണ് പിടിയൻ എന്നുള്ള രീതിയിൽ പൊട്ടിത്തകർന്ന് പഞ്ചറായി കടന്നിടത്തുനിന്ന് ഇയാൾ ചാടി നീച്ച് കറക്റ്റ് PR വർക്കും കാര്യങ്ങളും ചെയ്ത് ഇയാൾ ഈ സാധനങ്ങൾ ഒരു സൈഡിലൂടെ ഉണ്ടാക്കുമ്പോൾ ഇയാൾ അടുത്ത പരിപാടി കാണിച്ചത് എന്താ? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൈയടിക്കാനും ആളുകൾ സന്തോഷിക്കാനും ആളുകൾ രസിക്കാനുമുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുൽസിതം പറച്ചിലാണ്. ഇയാൾ വളരെ എന്താ പറയുക മാന്യതയുടെ മുഖം മൂടിയിട്ട് ഒരു കയ്യിൽ ചാരിറ്റിയും ഈ കയ്യിൽ ഡബിൾ മീനിങ്ങുമായിട്ട് ബോബി ചെമ്മണ്ണൂർ അങ്ങോട്ട് ഇറങ്ങി. ഓക്കെ, നോക്കുമ്പോൾ എന്താ? അയ്യോ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ, മറ്റേ യൂണീക്ക് വേൾഡ് റെക്കോർഡ് ഹോൾഡർ, ഡോക്ടർ, പ്ലസ് സോഷ്യൽ മീഡിയയിൽ ഹെവി PRing. ഇയാൾ തുടങ്ങിയ ഓരോ പരിപാടികളിലും ഇയാൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഫിജി കാട്ടിന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ പറഞ്ഞ ലക്കി ഡ്രോയിൽ എടുത്ത ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ്. ഇനി അതിലേക്കൊക്കെ ഞാൻ വരാം. ഈ പറഞ്ഞ ഇയാൾ ഏത് സംരംഭം തുടങ്ങിയാലും ഇയാൾ ആദ്യം ചെയ്യുന്നത് ഡാറ്റ കളക്ഷനാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ എന്ത് പരിപാടി, നിങ്ങൾ ചായപ്പൊടി മേടിച്ചാലടക്കം നിങ്ങൾ അയാളുടെ ഒരു ലിങ്കിൽ കുത്തിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ കയറുമ്പോൾ നിങ്ങളെ പേര്, നിങ്ങളെ അഡ്രസ്സ്, നിങ്ങളെ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കണം. നമ്മളെ ഡാറ്റ നമ്മളറിയാതെ വിൽക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഒരു 40 രൂപയ്ക്ക് ഇയാളുടെ ഒരു ചായപ്പൊടി ഒരാൾ വാങ്ങി. ഈ 40 രൂപയ്ക്ക് ചായപ്പൊടി വാങ്ങുന്ന ഒരാൾ ഇയാൾക്ക് കൊടുക്കുന്നത് അയാളുടെ പേഴ്സണൽ ഡാറ്റയാണ്. ഫിജി കാർട്ടിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്തു, പൈസ പ്ലസ് നിങ്ങളെ പേഴ്സണൽ ഡാറ്റ, ആൻഡ് അതൊരു ഹിറ്റ് ഗ്രൂപ്പായിട്ട് മാറും. ഫിജി കാർട്ടൊക്കെ ഇയാളുടെ മെയിൻ ഹിറ്റ് ഗ്രൂപ്പുകളാണ്. ഇയാളുടെ എന്തെങ്കിലും ഒരാൾക്ക് ഇയാൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ കമന്റ് ഇടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബോച്ചയ്ക്കെതിരെ പറഞ്ഞവരെ തകർക്കാൻ വേണ്ടിയിട്ട് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് ലിങ്ക് കൊണ്ടിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും കൊണ്ടുപോയിടും ഇയാളുടെ. അവിടെ അങ്ങോട്ട് കയറി അടിയാണ് ആളുകൾ, ബോച്ച ദൈവം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ രാഹുൽ ഈശ്വർ വന്നിരുന്നിട്ട് കമന്റ് ബോക്സ് കാണണേന്ന് പറയുന്നത്. ഒരു 10 കമന്റ് കാണുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ PR വർക്കിന്റെ ഭാഗമായിട്ടാണ് മാർക്കോ ഇറങ്ങിയ സമയത്ത് ഞാൻ സിനിമയ്ക്ക് നല്ലത് പറഞ്ഞിട്ടും ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടൊരു 10 കമന്റ് എന്നെ കുറിച്ച് ചീത്തത് കാണുമ്പോൾ അടുത്ത വരുന്ന ആൾക്കാരും ചീത്തട്ടിട്ട് പോകും. ഫുള്ള് വീഡിയോ കാണില്ല, സെയിം എഫക്റ്റ് ആണ്. രാഹുൽ ഈശ്വർ പറയുന്നത് എന്താ തന്നെ ആളുകൾ നോക്കില്ല. രാഹുൽ ഈശ്വർ പറയുന്ന ബ്ലണ്ടറും മണ്ടത്തരും ആളുകൾ ഓഡിറ്റ് ചെയ്യില്ല. കമന്റ് വായിക്കും, വീഡിയോ കാണും, കമന്റ് വായിക്കും, വീഡിയോ കാണും. ഈ കമന്റ് പോലെ തന്നെ ഈ മനുഷ്യന്റെ ബ്രെയിൻ അങ്ങനെ ആവും. അതാണ് PR വർക്കേഴ്സിന്റെ ഏറ്റവും വലിയ പരിപാടി. ഇതേ PRing അയാൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കമ്മിങ് ടു ഡാറ്റ കളക്ഷൻ, ഇയാളുടെ എത്ര പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ ഓൺ ആയിട്ടുള്ളത്? തൃശ്ശൂർ എങ്ങാണ്ട് ഇയാളൊരു ഓക്സിജൻ മറ്റെന്തൊരു പരിപാടി, സിറ്റി പരിപാടി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അതെവിടെ? ഇയാളുടെ ബോച്ചേട്ടി, ലക്കി ഡ്രോ എവിടെ? ഇപ്പം ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഈ സാധനത്തിൽ ലക്കി ഡ്രോ ആർക്കെങ്കിലും കിട്ടിയിട്ടും എടുത്തിട്ടും ചെയ്തിട്ടും ഉണ്ടോ? അതൊന്നും. ഇയാളുടെ എന്തൊക്കെ പരിപാടികളുണ്ടോ എല്ലാ പരിപാടികളും ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് ഇപ്പോൾ കുറേ മറ്റേ സ്ഥാപനങ്ങളും പരിപാടികളൊക്കെ പേപ്പറിൽ മാത്രം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്കാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതേമാതിരിയാണ്. ബോച്ച തുടങ്ങും, കുറച്ച് ആളുകളെ കൊണ്ട് പൈസ ഇടിക്കും. ബോച്ചേൻ്റെ ട്രസ്റ്റ് എവിടെ ബിൽഡായേ? ഇതേപോലുള്ള ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഉണ്ടാക്കിയ ഇമേജ് ഒന്നും വേണ്ട. ബോബി ചെമ്മണ്ണൂർ ഈ അടുത്ത കാലത്ത് നടത്തിയ ന്യൂ ഇയർ പാർട്ടി, നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ റീസെൻറ്റ് വീഡിയോ, ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു വീഡിയോ നടക്കുന്നുണ്ട്. ആ വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2-3 സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വയ്ക്കാം. ഇതിൽ എത്ര പേർക്കാണ് ഇപ്പോഴും പൈസ കിട്ടാത്തത്? ഈ പരിപാടിയിൽ ഇതുവരെ ഇവർക്ക് എന്ത് കിട്ടിയില്ല? റീഫണ്ട് കിട്ടിയിട്ടില്ല. പിന്നെ ബിയർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൊടുത്ത പരിപാടി, ആപ്പി ഫിസ് പോലത്തെ എന്തോ സാധനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിലും കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇയാളുടെ PRingന്റെ ഭാഗമായിട്ട് ഇതൊന്നും പുറത്തു വരുന്നില്ല. ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പം പിടിച്ച ഈ ഡബിൾ മീനിങ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സാധനമാണ് മക്കളെ. ഇയാൾ മലയാളികളുടെ മുന്നിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വരെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് കേട്ടോ. ഇയാൾ JCB പോലെ എല്ലാവരെയും പോലെ ഇങ്ങോട്ട് മാത്രം മാന്തല്ലല്ലോ, അങ്ങോട്ട് രേഷം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരാളാ, അങ്ങനെ ഒരു സൈഡും കൂടി ഇയാൾക്ക് ഉണ്ടല്ലോ. പക്ഷെ അത് ആ ചെയ്യുന്നത് എന്തിനായിരുന്നു? ഇതേപോലുള്ള എക്സ്പ്ലോയിറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഇയാൾ. മനസ്സിലായോ? ഇയാളോട് പേഴ്സണലി ഇയാളും ഇയാളുടെ PAയും കൂടിയുള്ള ഒരു ഇൻസിഡൻറ്റ് വരെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്നെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു PR വർക്ക് ഒരു
ഫേസ് ചേഞ്ച് വരെ ഇയാൾക്ക് സോഷ്യൽ മീഡിയ വഴി ആളുകളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഇൻജക്ട് ചെയ്യാനും പറ്റി. അപ്പോൾ പിന്നെ സാധാരണക്കാർ ഇയാൾ ഭയങ്കരമായിട്ട് ഇത് സംഗതി ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? സാധാരണ ഒരു വീട്ടിലൊരാളോട് പോയിട്ട് ബോബി ചെമ്മണ്ണൂർ ഇപ്പം അകത്തായന് എന്താ മോനെ ഇപ്പം എല്ലാവരും പറയുന്ന തമാശയല്ലേ, ഈ സ്കീമിൽ വരെ ആളുകൾ ചിന്തിച്ച് തുടങ്ങാൻ കാരണം ഇയാളുടെ ഹെവി PR ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാറ്റ കളക്ഷനാണ് ഇയാളുടെ ഏറ്റവും വലിയ സ്കാം. നമ്മൾ ഇയാളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ ഇയാളുടെ എന്തെങ്കിലും സ്കീമിൽ പോയിട്ട് നമ്മൾ ചേരുന്നു, 20, 30, 40 അല്ലെങ്കിൽ 1000, 2000, 5000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നത് നമ്മളെ സ്വന്തം ഡാറ്റയാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ബോച്ചെ ടീ എന്ന് പറഞ്ഞ സ്കാമിന് ഒരു 40 രൂപയ്ക്ക് ഒരാൾ ചായപ്പൊടി വാങ്ങുന്നു. ബേസിക്കലി ചായപ്പൊടി വാങ്ങിയിട്ട് നമ്മൾ ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ചുരണ്ടാൻ കയറുന്ന സമയത്ത് നമ്മളെ ഡാറ്റ നമ്മൾ കൊടുക്കുന്നു. എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടാവും. ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ ഡാറ്റ A എന്ന് പറഞ്ഞൊരു ടീമിന് കൊടുക്കും. ഈ A എന്ന് പറഞ്ഞ ടീമിൻ്റെ പരിപാടി എന്താ അറിയോ? ഈ ഡാറ്റ ഫുള്ള് എടുത്തു വയ്ക്കും. എന്നിട്ട് ഇവർ ഈ കോൾ സെൻറ്ററുകളിലേക്ക് ഈ A എന്ന് പറഞ്ഞ ടീം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും. ഇത് ഡാറ്റ വിൽക്കട്ടോ, ഒരു 40 രൂപേൻ്റെ ഡാറ്റ വിറ്റ് പോകണ ഒരു കാര്യം, ഒരാളുടെ പേഴ്സണൽ ഡാറ്റ വിറ്റ് പോകണ കാര്യം പറയുന്നത്. A എന്ന് പറഞ്ഞ ഒരാളുടെ ഡാറ്റ വിറ്റ് പോവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് ഞാൻ കളക്ട് ചെയ്ത ഡാറ്റാസ് മൊത്തം ഞാൻ ഈ ഡാറ്റ ആവശ്യമുള്ള കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ടൂർ ആൻഡ് ട്രാവൽസ് തുടങ്ങുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള ആളുകളുടെ ഡാറ്റയാണ്. ഞാൻ ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകളുടെ അടുത്ത് പോവുകയാണ്, കമ്പനി എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, എനിക്ക് മലപ്പുറം ബേസിൽ കുറച്ച് ഡാറ്റാസ് വേണം, നിങ്ങളെ കയ്യിൽ എത്ര ഡാറ്റ കാണും തരാൻ? ഓക്കെ, ഇവിടെ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളെ കയ്യിലൊരു മലപ്പുറം ബേസ്ഡ്, അതായത് ഈ മലപ്പുറത്ത് നിന്ന് ഇയാളുടെ ചായപ്പൊടി വാങ്ങി ലക്കി ഡ്രോയ്ക്ക് വേണ്ടി പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ ഡാറ്റ ഇയാളെ കയ്യിൽ കാണും. 40 രൂപയ്ക്കാണ് ഒരാൾക്ക് 40 രൂപ വെച്ചിട്ട് ഇയാൾക്ക് ഡാറ്റ കിട്ടിയിട്ടില്ല. ഇയാളിത് ഒരു 500 രൂപ ഒരു ഡാറ്റയ്ക്ക് വെച്ച് വിറ്റാലും ഇയാൾക്ക് ലാഭമാണ്. ബോബി ചെമ്മണ്ണൂർ ഞാൻ വാങ്ങുന്നതിനും ലാഭമാണ്. ബിക്കോസ് 500 രൂപയ്ക്ക് ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ വേറെ XYZ ആരെങ്കിലും ഈ ഡാറ്റ കൊടുത്തു. ഓക്കെ, 500 രൂപയ്ക്ക് ഒരാളുടെ ഡാറ്റ കൊടുത്തു. ഈ 500 രൂപയ്ക്ക് ഡാറ്റ കിട്ടുന്ന കമ്പനി ടൂർ ആൻഡ് ട്രാവൽസിൻ്റെ എൻ്റെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് A എന്ന് പറഞ്ഞൊരു ടീം വേണം. ഈ A എന്ന് പറഞ്ഞ ടീം ഇത് സോർട്ട് ചെയ്യും, മെയില് ഫീമെയില് ഏജ് കാറ്റഗറി ലൊക്കേഷൻ ഇത് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിന് ശേഷം B എന്ന് പറഞ്ഞ ടീമിന് കൊടുക്കും. ഈ B എന്ന് പറഞ്ഞ ടീമിൻ്റെ പരിപാടി എന്താ? വാട്സാപ്പിലൂടെയോ കോളിലൂടെയോ നമ്മളെ കണക്ട് ചെയ്യും. അതായത് എൻ്റെ ടൂർ ആൻഡ് ട്രാവൽസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ടൂർ പോകാൻ താല്പര്യമുണ്ടോ, EMI സ്കീം തരാം, ഞാൻ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്കീമൊക്കെ പിടിക്കും. ഇതിൽ നിന്ന് ഇപ്പം ഞാൻ 500 രൂപയ്ക്കാണ് ഒരാളുടെ ഡാറ്റ മേടിച്ചെന്ന് വിചാരിച്ചോ, എനിക്ക് ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരു 10,000 15,000 ആളുകളുടെ കൺവേർട്ട് ആയാൽ തന്നെ, അതായത് ഞാൻ എൻ്റെ ടൂർ ആൻഡ് ട്രാവൽസ് പാക്കേജ് ഞാൻ കൊടുക്കുന്നത് 25,000 30,000 40,000 ആയിരിക്കാം. എനിക്ക് ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന ലാഭം മാത്രം 15,000 20,000 ചിലപ്പോൾ കാണും. ഞാൻ 500 രൂപയ്ക്ക് ഒരു ഡാറ്റ മേടിച്ചാലും എനിക്ക് മുതലാവുന്നില്ലേ? ഇപ്പോൾ ഇവിടെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ, ഞാനൊരു ഹോട്ടലിലാണെങ്കിലും ഇനി വെറുതെ ഒരു സ്ഥലത്താണെങ്കിലും നമ്മളെ നമ്പർ ചോദിച്ചാൽ ഞാൻ മടിക്കലുണ്ട് കൊടുക്കാൻ. ഞാൻ ചോദിച്ചിട്ടല്ലാതെ ഞാൻ കൊടുക്കാറുമില്ല. എന്തിനു നമ്മളെ പേഴ്സണൽ ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമുള്ളത്? ഇവിടെ ഏറ്റവും വലിയ സ്കാം നടക്കുന്നതും ഏറ്റവും വലിയ എന്തുണ്ട്, ആധാർ എന്നുള്ള പേരിൽ തന്നെ നമ്മൾ എന്താ ഉണ്ടായത്, നമ്മളെ കണ്ണും മൂക്കും നമ്മളെ സാധനം എല്ലാം കൊണ്ടുപോയി, നമ്മളെ പേഴ്സണൽ ഡാറ്റ മൊത്തം പോയി. നാളെ ഇനി ഈ AI യുഗമാണ്. ഒരു AIക്ക് ഒരു AI വന്നു, ഓക്കെ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിന് ഐഡൻറ്റിറ്റി ഇല്ല. നാളെ ഞാൻ മരിച്ചു ഒരു 100 വർഷങ്ങൾക്ക് അപ്പുറം ഞാൻ ജീവിച്ചിരിക്കും. കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും എൻറ്റയർ ഞാൻ ജീവിച്ചിരുന്നപ്പോഴുള്ള എൻ്റെ എല്ലാ ബയോമെട്രിക്സ്, എൻ്റെ ശബ്ദം, എൻ്റെ മുഖം, എൻ്റെ എല്ലാ കാര്യവും, എൻ്റെ അഡ്രസ്സ് അടങ്ങിയ എല്ലാ സാധനങ്ങളും എൻ്റെ ഹ്യൂമൻ ഡാറ്റ മൊത്തം ഒരു AIക്കാണ് കൊടുത്തു, അല്ലെങ്കിൽ ഹ്യൂമനായിട്ട് റോബോട്ടിന് കൊടുത്തു. അതൊക്കെ വലിയ പെരിയ സ്കാം. അതിൻ്റെ ചെറിയ ലെവലാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്ന കേരളത്തിൽ. ഇപ്പോഴും നടക്കുന്നുണ്ട്, പലരും ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ പോയിട്ട് ക്രെഡിറ്റ് കാർഡ്, ടൂർ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും ചില സ്ഥലങ്ങളിലുണ്ട്. ഇതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇയാൾ ഈ ചെയ്ത ഡാറ്റ തട്ടിപ്പ്. ഇയാൾക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ സുഖമല്ലേ? 1000 ഏക്കറിൽ ഇയാൾ ആ മറ്റേ വയനാട് ബിസിനസ് തുടങ്ങി. ഇയാളുടെ ഒരു പ്രൊജക്റ്റ് ഇയാൾ എങ്ങനെ, ഞാൻ ഒരു കാര്യം, ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഒരാൾ നേരെ പോയിട്ടൊരു ക്ലൈൻറ്റ് മീറ്റിങ്ങിന് ഇരിക്കുകയാണ്, ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഇരിക്കുക. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആദ്യം കാണിക്കാൻ പോകുന്നതെന്ന് പറയും ഇൻവെസ്റ്റേഴ്സിന്, ഐ ഹാവ് ഡാറ്റ ഓഫ് കോടിക്കണക്കിന് ആളുകൾ, കേരളത്തിലുള്ള ആളുകളുടെ ഡാറ്റ അതിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ ഏറ്റവും വലിയ തള്ളു വരാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മൾ ഈ ബിസിനസ് ഓൺ ആക്കുമ്പോൾ തന്നെ ഇത്രയും ആളുകൾ നമ്മൾ ഇൻഫോം ചെയ്യുന്നു, ഇതിന് എത്ര കൺവേർഷൻ റേറ്റ് നടക്കും, ഇത് പറഞ്ഞാൽ തന്നെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എസ്പെഷ്യലി. കാരണം ഡാറ്റ മാറ്ററാണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലും ഡിസ്കഷൻ വരുന്നില്ല. ഓക്കെ, പിന്നെ ഇയാളുടെ ഈ ഇമേജ് ബിൽഡിംഗ് പരിപാടി മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 24x7 ചാനലുകൾ ഇറങ്ങണം, അവരിറങ്ങുന്നില്ല.
ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ ഫേസ്ബുക്ക് പോസ്റ്റും കൂടി വായിച്ചതിന് ശേഷം ഞാൻ എന്താ പറയുക, എനിക്ക് ഇത്രത്തോളം ഈ 1-2 ദിവസമായിട്ട് ഇയാൾക്ക് വേണ്ടി അലമുറ കൊള്ളുന്ന ഇയാൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, ഇയാൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നുള്ള ആളുകളുടെ മുന്നിലേക്ക് ഏതെങ്കിലും 1-2 ആളെങ്കിലും മനസ്സിലാക്കിയാൽ മതി ഇയാൾ ഒരു ക്ലീൻ ഇമേജ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ മലയാളികളുടെ മുന്നിൽ നടത്തിയെന്നുള്ളത്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ഓക്കെ, ഏലിയാസ് ജി തരകൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ഫേസ്ബുക്കിലിട്ടുള്ളത്. ബോച്ചയുടെ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ NCD ഓപ്പൺ ആണല്ലോ, അതുകൊണ്ട് അയാൾ സെബിയിൽ ഫയൽ ചെയ്ത DRHP വായിക്കുകയായിരുന്നു. എത്ര സുന്ദരമായാണ് അയാൾ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും DRHP വായിക്കണം. ഡോക്ടർ ബോച്ചയുടെ ഡോക്ടറേറ്റ് വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്നത് കണ്ടപ്പോൾ ചിരിച്ച് വയറുവേദന വന്നു. സെയിം അഫസ്റ്റിനിടെ അതിൽ അയാൾ പറയുന്നു അയാൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഒന്നുമില്ല എന്ന്, കൂടാതെ സിവിൽ കേസുകൾ ഒന്നുമില്ല എന്ന്. അതുമാത്രമല്ല, നിക്ഷേപം തിരിച്ചു കൊടുക്കാത്ത ഒരു കേസ് പോലും അയാൾക്കെതിരെ ഗ്രൂപ്പിനെതിരെയോ ഇല്ല എന്നും സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ നടത്തുന്നു. കുറച്ചുകൂടി താഴേക്ക് ക്യാപിറ്റൽ ലാഭനഷ്ട കണക്കുകൾ നോക്കിയപ്പോഴാണ് സഹസ്ര കോടീശ്വരൻ യഥാർത്ഥ ചിത്രം മനസ്സിലായത്. ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ ഈ കമ്പനിയുടെ നെറ്റ് വർത്ത് വെറും 81 കോടി രൂപ മാത്രമാണ്. ആ ഉണക്ക കമ്പനിയാണ് ഏകദേശം 500 കോടി രൂപ ബോറോവിങ് കാണിച്ചിരിക്കുന്നത്. ബുക്കിൽ കാണിക്കാത്ത കടബാധ്യത വേറെയുണ്ടെന്നത് നമുക്കെല്ലാം അറിയാവുന്ന സത്യമാണ്. ലാഭമോ വെറും 4 കോടി രൂപ. ഒന്നോർക്കുക, ഇത് DRHP ആണ്. ഇതിൽ കള്ളത്തരം എഴുതിയാൽ സെബി പിടിച്ചു ഫിനാൻഷ്യൽ ക്രിമിനൽ കേസെടുത്ത് ജയിലിലാക്കാൻ വരെ സാധ്യതയുണ്ട്. ബോച്ചെ ഫാൻസ് അയാൾക്ക് വിദേശത്തും നാട്ടിലുമുള്ള സ്വർണ്ണ വ്യാപാര മെയിൻ ബിസിനസ് എന്നൊക്കെ വ്യാഖ്യാനിച്ചേക്കാം. അതിൻ്റെ അവസ്ഥ മെച്ചമാകാൻ സാധ്യതയില്ല. കാരണം വിദേശത്ത് വലിയ ബിസിനസ് ഉള്ള ആരും നാട്ടിൽ കിടന്ന് തരികിട പകിട കളിക്കില്ല. ബൈബിളിൽ പറയുന്നത് പോലെ ഒരാളുടെ ഹൃദയം അയാളുടെ നിക്ഷേപം ഉള്ളയിടത്താണെന്ന് മറക്കരുത്. ഓക്കെ, അതായത് ഇയാൾ ഒരിക്കലും ഇവിടെ കടന്ന് കളിക്കുന്ന കളി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇയാൾ മറ്റേ ഗൾഫിൽ ഇത്രയും സെറ്റപ്പ് വെച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങളാരും വിചാരിച്ച് വെക്കേണ്ട മക്കളെ. ബോച്ച എന്ന വ്യക്തി ഉണ്ടാക്കിയ സഹസ്ര കോടീശ്വര വ്യവസായ എന്നൊക്കെ പുള്ളി തന്നെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മിഥ്യയാണെന്ന് അറിഞ്ഞു മാത്രമേ പുള്ളിയുടെ പക്കൽ കാശ് ഏൽപ്പിക്കാവൂ എന്നതിൻ്റെ തെളിവാണ് അയാൾ തന്നെ സ്വയർ ചെയ്ത DRHP. മറ്റൊരു രസകരമായ കാര്യം, എല്ലാ കമ്പനികളും പബ്ലിക്കിൽ നിന്ന് കാശ് സ്വീകരിക്കുമ്പോൾ റിസ്ക് ഫാക്ടറിൽ പ്രൊമോട്ടർ ബേസ്ഡ് റിസ്ക് എന്തെന്ന് എഴുതാറുണ്ട്. പ്രൊമോട്ടർക്ക് എന്തെങ്കിലും പ്രശ്നം, മരണം എന്നിവ ഉണ്ടായാലും നിക്ഷേപം എങ്ങനെ ആകുമെന്ന് ചിന്തിക്കാനുള്ള പോയിന്റാണ് പ്രൊമോട്ടർ റിസ്ക്. ബോച്ചയുടെ കേസിൽ NCD ഇഷ്യൂ നടക്കുമ്പോൾ തന്നെ പ്രൊമോട്ടർ ജയിലിലാണ്. ഓക്കെ, ഈ ബ്രാൻഡിൻ്റെ പ്രൊമോട്ടർ ജയിലിലാണ്. പോലീസ് ഇനിയും പഴയ കേസുകൾ ചികഞ്ഞെടുത്ത് അകത്ത് തന്നെ ഇടാൻ നാട്ടുകാരുടെ കാശ് ഖുദാഹവ. മനസ്സിലായല്ലോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ അകത്ത് കിടക്കുന്ന ചെറിയ പരിപാടിയല്ല. ഇയാൾ അകത്ത് കിടക്കുന്നതോറും ഇയാളുടെ ഓരോ ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്തവരുടെ ചങ്ക് കത്തും. അതുകൊണ്ട് പണ്ടൊരു സിനിമയിൽ ശ്രീനിവാസൻ എന്ന ഡോക്ടറുടെ കമ്പൗണ്ടറായ മാമുക്കോയ ശ്രീനിവാസൻ ഒരു കേസിൽ പോലീസ് പിടിക്കുമ്പോൾ ഡോക്ടർ ജയിലിൽ ആയതിനാൽ ഇനി പുറത്തു വരുന്നത് വരെ OP ഉണ്ടായിരിക്കുന്നതല്ല എന്ന ബോർഡ് തൂക്കുന്നത് പോലെ ബോച്ചെ ജയിലിലായതിനാൽ നിക്ഷേപം തിരിച്ചു കിട്ടാനുള്ളവർ ബോച്ചെ ജയിൽ മോചിതൻ ആകുന്നത് വരെ കാത്തിരിക്കണമെന്ന് ബോർഡ് തൂക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ബോച്ചെ എന്ന വൃത്തികെട്ടവൻ സാമൂഹിക മാലിന്യം മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് കൂടിയാണ്. ഇയാളുടെ സംരംഭത്തിൽ എന്നെ ചേർക്കാൻ വന്ന സുഹൃത്തുക്കളോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ ലോക ഫ്രോഡിൻ്റെ വിശ്വസിക്കരുത് എന്ന്. അന്നൊക്കെ എന്നെ കളിയാക്കിയവരോട് ഒന്നേ പറയാനുള്ളൂ, ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചോണ്ടിരുന്നു. ഈ ഒരു പോസ്റ്റ് എത്ര റെലവൻ്റ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. ഓക്കെ, ഇതെന്താ പറയുക, ഇത് ഒരു ഡബിൾ മീനിങ്ങിൽ നിൽക്കുന്നതല്ല ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി ഈ സൊസൈറ്റിയിൽ ആളുകളെ പറ്റിച്ചിട്ടുള്ളത്.
അയാളുടെ ഇമേജ് ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും അയാളുടെ ബാക്കി പരിപാടികളിലാണെന്നുണ്ടെങ്കിലും ഇതൊരു ചില്ലറ കളിയല്ല. ഇത് തുടക്കം മാത്രമായിരിക്കും. ഇനി അങ്ങോട്ട് എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.